കോൺഗ്രസ് പാർട്ടിയുടെ 139ാമത് സ്ഥാപക ദിനാഘോഷമാണ്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവർ നാഗ്പൂരിലെ മഹാറാലിയിൽ പങ്കെടുക്കും. കണ്ണൂരിൽ സംസ്ഥാനതല ജന്മദിനാഘോഷങ്ങൾക്ക് കെ സുധാകരൻ നേതൃത്വം നൽകും. KPCC ആസ്ഥാനത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ AK ആന്റണി, VD സതീശൻ, ഡോക്ടർ ശശി തരൂർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. MG മിഥുൻ ചേരുന്നു. മിഥുൻ, പാർട്ടി നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്ഥാപക ജന്മദിനാഘോഷം കടന്നുവരുന്നത്. രാജ്യമൊട്ടാകെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഞങ്ങൾ ഇതാ തയ്യാറെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു 139ാം വാർഷിക ദിനാഘോഷത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കമിടുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിലൂടെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാഗ്പൂരിൽ മെഗാ റാലി സംഘടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഈ ഒരു നാഗ്പൂരിലെ മെഗാ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. നാഗ്പൂരിലെ ആസാദി മൈതാനിയിലാണ് ഈ ഒരു മെഗാ റാലി സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തോടു കൂടി തന്നെ പ്രചാരണങ്ങൾക്ക് തുടക്കമിടുക എന്നുള്ള ലക്ഷ്യമാണ് മുന്നിലുള്ളത്. കൂടാതെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. രാജസ്ഥാനിൽ കനത്ത ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നു എങ്കിൽ പോലും തന്നെ അവിടെ ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മധ്യപ്രദേശിൽ ഒരുപക്ഷെ കോൺഗ്രസിന് തിരിച്ചു വരാനാകുമെന്ന കണക്കുകൂട്ടൽ ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. ഒരു വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം BJP നേതൃത്വത്തിന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ BJP മൃഗീയ ഭൂരിപക്ഷത്തോടെ വീണ്ടും അവിടെ അധികാരത്തിൽ എത്തിയത് തന്നെ വലിയ ആശങ്ക തന്നെയാണ്, വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും. ഒപ്പം തന്നെ കോൺഗ്രസിനെ അവിടുത്തെ നിലനിൽപ്പിന് കൂടി വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായിരുന്നു നേരിടേണ്ടി വന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഛത്തീസ്ഗഡിലെ തോൽവി തന്നെയാണ്. ഛത്തീസ്ഗഡിൽ ഒരു തരത്തിൽ പോലും BJP അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് പോയത് എങ്കിൽ പോലും തന്നെ അവിടെ BJP അവിടെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഛത്തീസ്ഗഡിൽ വലിയ കനത്ത പ്രഹരം തന്നെയായിരുന്നു കോൺഗ്രസിന് അവിടെ നേരിടേണ്ടി വന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ 2 സംസ്ഥാനങ്ങളിൽ അവിടെ ഭരണം നഷ്ടമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ സംഘടനയെ ചലിപ്പിക്കുക, താഴെത്തട്ടിൽ നിന്ന് സംഘടനയെ ചലിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യമാണ് ഈ ഒരു മെഗാ റാലിയുടെ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഒരു മെഗാ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ ഒരു ആശയം മുൻനിർത്തി ഞങ്ങൾ ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു എന്നുള്ള ആശയം മുൻനിർത്തി ജനങ്ങളിലേക്ക് കൃത്യമായി എല്ലാ കാര്യങ്ങളും എത്തിക്കുക, ഒപ്പം തന്നെ വാഗ്ദാനങ്ങൾ എത്തിക്കുക, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ മുൻകൂട്ടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഒരു റാലിയിലൂടെ തുടക്കം കുറിക്കാൻ കോൺഗ്രസ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വിപുലമായ ആഘോഷ പരിപാടികളാണ് 139ാം വാർഷിക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. ACC ആസ്ഥാനത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ രാവിലെ 10 മണിയോടുകൂടി ഈ കോൺഗ്രസിന്റെ പതാക ഉയർത്തുകയും ചെയ്യും. മറ്റ് PCCകളും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടത്തുന്നത്. ഇങ്ങ് കേരളത്തിലും കണ്ണൂരിലാണ് ഇതിന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. കണ്ണൂർ DCCയിൽ KPCC അധ്യക്ഷൻ K സുധാകരനാണ് പതാക ഉയർത്തുക. പിന്നീട് വിപുലമായ പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ താഴെത്തട്ടിൽ ഉൾപ്പെടെ ഈ ഒരു ആഘോഷ പരിപാടികൾ സജീവമാക്കുക എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇനി 3 മാസക്കാലം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. തീർച്ചയായും അതാണ് കോൺഗ്രസിന്റെ സ്ഥാപക ജന്മദിനാഘോഷം 139ാമത് ഇന്ന് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.